എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായ ദേവദാസേട്ടൻ, മുണ്ടക്കലിടം ശ്രീ പരദേവതാ ക്ഷേത്രത്തിന്റെ തൃപ്പത്തരി നാഗപ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളെ, ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന മുണ്ടക്കൽ പൂവാട്ടുപറമ്പ് പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. മുണ്ടക്കലിടം ശ്രീ പരദേവതാ ക്ഷേത്രത്തിന്റെ നാഗപ്രതിഷ്ഠാ ദിനവും തൃപ്പുത്തരി തിറ മഹോത്സവവും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് മകരം 1. മകരസംക്രമം, സൂര്യന്റെ അയനങ്ങളിലെ വിവിധ സംക്രമദശകളിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണിന്ന്. ഇന്ന് ഉത്തരേന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള നടക്കുന്ന ദിവസവുമാണ്. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെയാണെങ്കിൽ മഹാദേവന്റെ ജന്മദിനമായ തിരുവാതിര മഹോത്സവമായി. അപ്പൊ തിരുവാതിര മഹോത്സവം, മകര സംക്രമോത്സവം, ആ കൂട്ടത്തിൽ നിങ്ങളുടെ പുത്തരിത്തിറ മഹോത്സവം എല്ലാം ഭംഗിയായി നടക്കുന്നു. ഈ നടക്കുമ്പോ ഇവിടെ തിറ കാണാനും ഉത്സവത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ചടങ്ങുകൾ, പ്രദക്ഷിണം, പ്രാർത്ഥന ഇവയിൽ പങ്കെടുക്കാനും എല്ലാമാണ് നിങ്ങൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു പ്രഭാഷണം? ഈ അമ്പലവും ഈ ഉത്സവവും ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് നമുക്കൊന്ന് കൂടിയിരുന്ന് ചിന്തിക്കാനാണ്. ഒന്നിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരച്ചു കത്തുമ്പോഴാണ് നമ്മൾ പ്രകാശമുണ്ടാവുന്നത്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് അഗ്നി ഉണ്ടാക്കുന്നത് ഒരച്ചു കത്തിച്ചിട്ടാണ്. അങ്ങനെ ഒരച്ചു കത്തിച്ച് തീയുണ്ടാക്കാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യന് വികാസം ആരംഭിച്ചത്. പക്ഷിമൃഗാദികൾ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ആരും തീ ഉണ്ടാക്കിയിരുന്നില്ല. കാട്ടുതീയിൽ ചിലപ്പോ കാട്ടുതീയിൽപ്പെട്ടും വെന്തുപോയിട്ടുണ്ടാകാം. വെളിച്ചം ഉണ്ടാക്കാൻ അവർക്കറിയില്ലായിരുന്നു. ആകാശത്തെ സൂര്യപ്രകാശവും രാത്രിയിലെ ചന്ദ്രപ്രകാശവും മാത്രമായിരുന്നു അവർക്ക് വെളിച്ചം. ഞാനിവിടെ വന്നപ്പോ വരുന്ന വഴിയിൽ ആദ്യം കണ്ടത് കുറെ ചൂട്ടുകളാണ്, ഓലച്ചൂട്ടുകൾ. ഓലച്ചൂട്ടെന്ന് പറയുന്നത് വെറും ഒരു തമാശ കളിയല്ല. ഓലച്ചൂട്ട് മനുഷ്യ സംസ്കാരത്തിന്റെ 2 പ്രതീകങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്താണ് ഓലച്ചൂട്ട്? ഓലച്ചൂട്ട് ഐക്യത്തിന്റെ പ്രതീകമാണ്, 2 ജനാധിപത്യത്തിന്റെ പ്രതീകവുമാണ്. എങ്ങനെയാണെന്ന് അതാകുന്നത്? ഇപ്പൊ ടോർച്ചും ഇപ്പൊ ടോർച്ചും ഇല്ല, ഓലച്ചൂട്ടും ഇല്ല, എല്ലാം മൊബൈലിന്റെ വെളിച്ചത്തിലല്ലേ. ടോർച്ച് വന്നതോടുകൂടിയാണ് ചൂട്ട് പോയത്. ടോർച്ചിന്റെ പ്രത്യേകത ഏകാധിപത്യമാണ്, വെളിച്ചത്തിന്റെ ഏകാധിപത്യമാണ് ടോർച്ച്. കാരണം അങ്ങോട്ട് അടിക്കുക, ഇങ്ങോട്ട് എന്നെ അടിക്കൂലല്ലോ. ടോർച്ചും കത്തിച്ചു വരുന്ന ആളെ ടോർച്ചിന്റെ വെളിച്ചം കാണുക എന്നല്ലാതെ ആരാണ് ആ ടോർച്ചിന്റെ പിറകിലെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ടോർച്ച്, ഏകാധിപത്യത്തിന്റെ വെളിച്ചമാണ്. എന്നാ ചൂട്ട് ജനാധിപത്യത്തിന്റെ വെളിച്ചമാണ്. ആരെങ്കിലും വഴിയിൽ കണ്ടാൽ ഇത് നന്നായിട്ടൊന്ന് വീശും, അപ്പൊ എന്നെയും കാണാം നിന്നെയും കാണാം, അല്ലേ? ചൂട്ട് ജനാധിപത്യമാണ്. എനിക്കും നിനക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന വെളിച്ചമാണ് ഓലച്ചൂട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഓലച്ചൂട്ടിന്റെ പ്രത്യേകത, ഓലച്ചൂട്ട് ടീം ബിൽഡിങ്ങിന്റെ ഒരുമിച്ച് നിൽക്കുന്ന. ആരാ ഒരുമിച്ച് നിർത്തുന്നത്? ചൂട്ടിന്റെ അതേ മോഡലാണല്ലോ ചൂല്. പക്ഷെ ചൂല് ഒരു വഴിക്ക് പോകുമ്പോ ചൂല് കണി കണ്ട അശ്രീകരമാണ്, അല്ലേ? എന്തുകൊണ്ടാ? ചൂലിനെ കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂല് കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂട്ട് കെട്ടുന്നതോ കൂട്ടത്തിലൊരു കണ്ണി കൊണ്ടാ. കൂട്ടത്തിലുള്ള ആള് തന്നെ അതിനെ ചേർത്ത് നിർത്തുകയാണ്. ചേർത്ത് നിർത്തുക മാത്രമല്ല, ആ ചേർത്ത് നിർത്തുന്ന ലീഡർ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന കണ്ണി,
അത് ഒന്നിച്ചു നിന്ന് കത്തുകയും ചെയ്യും. അല്ലേ? കൂടെ നിൽക്കും. നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ലീഡർഷിപ്പിന്റെ പ്രതീകമാണ് ചൂട്ടിന്റെ കണ്ണി. അതുകൊണ്ട് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കടകഥയുണ്ടായിരുന്നു. കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോ കെട്ടുപോകും. എന്താ അത്? ചൂട്ട്. ചൂട്ടിന്റെ ഒരു കെട്ടുണ്ടല്ലോ, അത് പോയാൽ ആളിക്കത്തും. ആളിക്കത്തുമ്പോ അതിന്റെ അടുത്ത കെട്ട് പോകും. ഇത് ഞാനിപ്പോ സ്കൂളിൽ പോയാൽ ചോദിക്കാറില്ല. ഉത്തരം പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കും എന്നാ സാധനം. അവര് ചൂട്ട് കണ്ടിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ചൂട്ട് നമ്മൾ കത്തിക്കുന്നു, നാട്ടുവെളിച്ചമാണ്. നമ്മുടെ നാട്ടുവെളിച്ചം ചൂട്ടായിരുന്നു. അരണി കടഞ്ഞിട്ടാണ് പണ്ട് ഹോമങ്ങളിൽ അഗ്നി ഉണ്ടാക്കിയത്. അരണി കടയെന്ന് പറഞ്ഞാൽ ഈ തൈര് കടയുന്ന മന്തിന് കാരിട്ട് തൈര് കടയുന്നില്ല, അതുപോലെ ഒരു മന്ത്, അതിന്റെ അടിയിൽ കല്ല് കത്തുന്ന കല്ല്, ആ കല്ലും ഉരക്കുമ്പോ അതിന്റെ ഇടയിൽ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ട് തീപിടിപ്പിക്കുന്നതാണ് അരണികടയിൽ. അരണികടയിൽ എന്താന്ന് കാണണമെങ്കിൽ നിങ്ങള് വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമ, MTയുടെ തിരക്കഥയിൽ, ആ സിനിമ കണ്ടാ മനസ്സിലാവും. അതിൽ അരണി കടയുന്ന ഋഷ്യശൃംഗനും വിഭാണ്ഡകമുനിയും കൂടി അരണി കടയുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അഗ്നി ഉണ്ടാക്കാൻ ആരംഭിച്ചു. അരണിക്ക് പകരം നമ്മൾ പിന്നെ തീപ്പെട്ടി ഉരക്കാൻ തുടങ്ങി. പിന്നീട് അതിനും കുറച്ചും കൂടി വന്നിട്ട് സിഗർ ലാമ്പ് കത്തിക്കാൻ തുടങ്ങി. അതും കൂടി ഇപ്പൊ മാറിയിട്ടിപ്പോ ടിക്ക് 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 അടുപ്പ് കത്തിക്കുന്ന ട്രിഗർ ഉണ്ടല്ലോ, അതാണ് ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞു വന്നത്, അവനവൻ ആവശ്യമായ വെളിച്ചം അവനവൻ ഉണ്ടാക്കാൻ അറിഞ്ഞപ്പോഴാണ് മനുഷ്യനുണ്ടായത്. പക്ഷിമൃഗാദികൾ തീ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. മനുഷ്യൻ പുറത്ത് അവന്റെ ഭക്ഷണം ചുട്ടുതിന്നാൻ, അവനെ ചുറ്റുവട്ടമുള്ള രാത്രിയിൽ ലോകങ്ങൾ കാണാൻ വെളിച്ചമുണ്ടാക്കാൻ ആരംഭിച്ചു. പിന്നെ എപ്പോഴാ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തെത്തിയത്? ആ പുറത്തുള്ള വെളിച്ചം അകത്തുള്ള വെളിച്ചമാക്കി മാറ്റാൻ കഴിഞ്ഞപ്പോഴാണ് അവൻ മനുഷ്യനായത്, ദൈവത്തിന്റെ അടുത്ത് എത്തിയത്. മനസ്സിലായോ? ഈ അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ എന്താ പറയാന്നറിയാവോ? അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയുക ദിവം എന്നാണ്. ദിവം, ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ദിവം തരുന്നവനെ എന്തു പറയും? ദൈവം. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അകത്ത് വെളിച്ചം തരുന്നവൻ. പുറത്ത് വെളിച്ചം തരുന്നവൻ ആരാ? പുറത്ത് വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. മനസ്സിലായോ? കൃഷ്ണൻകുട്ടി പുറത്ത് വെളിച്ചം തരും. അകത്ത് വെളിച്ചം തരുന്നവനെ ഗുരു എന്ന് പറയും, ദൈവം എന്ന് പറയും. ദൈവവും ഗുരുവും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവം വെളിച്ചം തരുന്നു, ആ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരുവാണ്. ഗുരു എന്ന വാക്കിനർത്ഥം ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ടകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്നെ ഞാൻ കാത്തുകൊള്ളാം എന്നാണോ? അല്ലല്ലോ. ദൈവത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ പുറത്തേക്ക് കളയാൻ മനുഷ്യൻ സ്വയം കൈക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. ഇന്നിപ്പോ ഉച്ചീലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു, സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനെ. പാട്ട് കേട്ടില്ലേ? എന്താ ദർശനം? ആ 18 പടി കയറുമ്പോ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ? അല്ല. ഇന്നത്തെ ദർശനം മകരവിളക്കേ
മകരവിളക്കേ, മലയിലെ ദിവ്യ മണിവിളക്കേ. വെളിച്ചമാണ്. എല്ലാ അമ്പലത്തിലും തൊഴാൻ പോകുന്നത് വെളിച്ചത്തെയാണ്, അല്ലേ? വെളിച്ചത്തെ അല്ലേ? നമ്മളിപ്പോ നട അടച്ചാല് നട തുറക്കുന്നവരെ തൊഴാൻ കാത്തു നിൽക്കൂലേ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ അകത്ത് മാത്രമുള്ള ആളാണോ? ഭാരതത്തിലെ തത്വശാസ്ത്രം, ദൈവതത്വശാസ്ത്രം പറയുന്നത് ഈശാവാസ്യം ഇതം സർവം എന്നാണ്. എല്ലായിടത്തും ദൈവം ഉണ്ടെന്നാ. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അത് ഈശാവാസ്യ ഉപനിഷത്തിന്റെ മലയാള പാട്ടാ. അപ്പൊ ദൈവം വാതിലടച്ച് അകത്തിരിക്കൂലല്ലോ, എല്ലായിടത്തല്ലേ. അപ്പൊ പിന്നെ വാതിൽ തുറക്കാൻ എന്തിനാ കാത്തുനിന്ന? ദൈവം നമ്മളെ കാണാനല്ല, നമ്മൾ ദൈവത്തെ കാണാനും അല്ല. വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ നടക്കുള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാണ്. ആ വെളിച്ചം ഏറ്റുവാങ്ങാനാണ്. ആ വെളിച്ചം ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നവര് എന്തു പറയും? അവനെ പറയുന്നൊരു വാക്കുണ്ട്, അറിയാവോ? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയാ ഭ എന്ന, ശോഭ, ഭ. വെളിച്ചം ഉള്ളിലേന്തിയിരിക്കുന്നവന് എന്തു പറയും? ഭക്തൻ. പിടികിട്ടിയോ? അല്ലാതെ നേർച്ച നേർന്നവൻ, പുഷ്പാഞ്ജലി കഴിച്ചവൻ, ഭസ്മം തൊട്ടവൻ ഒന്നും മാത്രമൊന്നും അല്ല ഭക്തൻ. ഉള്ളിൽ വെളിച്ചമുള്ളവനാണ് ഭക്തൻ. അപ്പൊ ഉത്സവം എന്തിനാണ്? ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരം ഒരു മൃഗത്തിന്റെ ആണല്ലോ. മൃഗത്തിന്റെ എല്ലാ ഘടനയും നമ്മുടെ ശരീരത്തിനുണ്ടല്ലോ. 2 കണ്ണ്, മൂക്കിന് 2 ഓട്ട. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മൂക്കിന് 2 ദ്വാരം. എന്നാ മനുഷ്യനൊരു 3 ദ്വാരം വെച്ചേറില്ല, ഇല്ല, 2 ചെവി, അല്ലേ? ചോരക്ക് നിറം ചുവപ്പ്, അസ്ഥിയുടെ നിറം വെളുപ്പ്, എല്ലാം ഒരുപോലെയാ. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമാണ്. ആ മൃഗത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാവുന്നത് എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായപ്പോ. ആ വെളിച്ചം ഏറ്റുവാങ്ങാൻ കഴിയണം. ഇവിടെ നമ്മൾ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണ്ണിയുണ്ടാക്കുന്നു, വിസർജനം നടത്തുന്നു. ആ പണിയെല്ലാം മൃഗങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ മൃഗീയ തൃഷ്ണയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എന്താ മൃഗീയ തൃഷ്ണ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം. കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ ഈ ശരീരത്തിന്റെ ചോദനയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആ ഭക്ഷണത്തിന്റെ മോഡല് മാറുമ്പോ ഇത് കൂടും. ഞാൻ ഉദാഹരണം പറയാം. ആമയും മുയലും പന്തയം വെച്ച കഥ എല്ലാരും കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്ത ലോകത്ത് ഒരു കുട്ടിയുമില്ല. ആ മുയല് കുതിച്ചോടി ഓട്ട മത്സരത്തിൽ. കുറെ അപ്പുറത്തി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ മെല്ലെ വരിക. എന്തിനാ തിരക്കിട്ട് പോന്ന്? നേരത്തെ എത്തിയ 2 മെഡലൊന്നും കിട്ടൂലല്ലോ. ഒന്ന് വിശ്രമിച്ചിട്ടെല്ലാം പോയാ മതി. വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് സമ്മാനവും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. എന്നാ ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ. ഇപ്പോ സാഹിത്യത്തിൽ പുനർവായനയുടെ കാലമാണ്. ഡീകൺസ്ട്രക്ഷനിസമാണ്. പണ്ട് വായിച്ചതല്ല, പുതിയ വായനയുണ്ടാവണം. ഓരോ ആളും വായിക്കുമ്പോ ഓരോ ആൾക്കും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഈ കഥയെ. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീര. ആമ എന്ന് പറഞ്ഞാൽ ശരീരാണ്. മുയലെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ. ആമ മെല്ലെ നടക്കൂ, നമ്മുടെ ശരീരം മെല്ലെ വളരൂ. മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടും. ആമ മെല്ലെ, നമ്മുടെ ശരീരം മെല്ലെ വളരൂ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടൂലേ? നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് 1/2 മണിക്കൂർ കൊണ്ട് മക്കൾ ഓടുന്ന പോട്ടെ, 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിടാൻ? 6 മാസവും. LKG അംഗനവാടി പോകുമ്പോ 3 വയസ്സാവൂലേ?
3-ാമത്തെ വയസ്സിൽ പശുവിനെ ചെന്ന് നോക്കിയാട്ടെ, പെറ്റിട്ടൊരു അമ്മയായിട്ടുണ്ടാവില്ല, മുലയൂട്ടുന്ന അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടിയോ ഇതാടെ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 7 വയസ്സാവില്ലേ? 7 വയസ്സുള്ള ഒരു പശുവിൽ ചെന്ന് നോക്കിയാട്ടെ 4 പെറ്റിട്ടുണ്ടാവും, 4 പെറ്റിട്ടുണ്ടാവും. നമ്മളെ കുട്ടികൾ കൊച്ചു മക്കളില്ലേ, നമ്മുടെ ശരീരം അല്ലേ വളരൂ. മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. എന്തല്ല കാനൂല കുട്ടികൾ പറയുന്നു. എന്തൊരു ബുദ്ധിയാണ് കുട്ടികൾക്ക്, ഭയങ്കര ബുദ്ധി കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ഉഷയുണ്ട് മുമ്പിലിരിക്കുന്നു. എൻ്റെ 10ാം ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ച ഉഷ മുമ്പിലുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഫസ്റ്റ് ക്ലാസ് എത്ര ശതമാനാ? 60%. ഇന്ന് കുട്ടികളോട് അത് ചോദിച്ചാൽ പിറ് എന്ത് ആർക്ക് വേണം? കാരണം ഫുൾ A+ കിട്ടണമെങ്കിൽ 90 അല്ലേ, 80A, 70B, 60% എന്ന് വെച്ചാൽ വെറും ബി മാത്രം കിട്ടിയ ഒരു കുട്ടി ഇപ്പൊ നാട്ടിൽ. കുട്ടികളിൽ എന്തൊരു ബുദ്ധിയാ, അവരുടെ ബുദ്ധി വളരുന്നു. മുയൽ കുതിച്ച് ഓടുക. പക്ഷേ ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം മുയലിനെ ഓവർടേക്ക് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടോ? നോക്കുക, മനസ്സുറങ്ങുകയും ശരീരത്തിന്റെ ചോദനകൾക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ സംസാരം മാറുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത്ര അമ്പലവും ഇത്ര പള്ളിയും ഇത്ര ഉത്സവവും ഇത്ര സ്കൂളും വളർന്നിട്ടും എന്തേ നമ്മുടെ കുട്ടികൾക്ക് സംസ്കാരം വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? സാമൂഹ്യബോധം വളരുന്നുണ്ടോ? ആലോചിക്കൂ. സ്കൂളും അമ്പലവും വളരുന്നു, പക്ഷെ സംസ്കാരം തളരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും കഴിഞ്ഞ വർഷമുണ്ടായ മഹാദുരന്തത്തിൽ മരിച്ചുപോയവരുടെ എണ്ണം 400-ന് മേലെയാണ് അല്ലേ? ആ മരണത്തെ പറ്റി നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അറിയുമോ കഴിഞ്ഞ 2024-ൽ 4217 ആൾ മരിച്ച ദുരന്തം എന്താ നിങ്ങൾ അറിഞ്ഞു? ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ 4217 ആൾ മരിച്ചു. എങ്ങനെയാ എങ്ങനെയാ? റോഡപകടങ്ങളിൽ. റോഡപകടം ഉണ്ടാകുന്നത് എങ്ങനെയാ? പ്രകൃതിയുടെ ദുരന്താണോ? പ്രകൃതിയാണോ? അല്ല. വണ്ടി ബ്രേക്ക് ഫെയിൽ ആയിട്ടാണോ? നല്ല വണ്ടിയായിപ്പോ, നല്ല ബ്രേക്കാ. ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടാണോ? അല്ല. സ്റ്റിയറിംഗ് ബ്ലോക്ക് ആയി പോയിട്ടാണോ? അല്ല. പിന്നെ ആക്സിൽ മുറിഞ്ഞു പോയിട്ടാണോ? അല്ല. പിന്നെ എന്താ? ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ മരണം മുഴുവൻ നടന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ, ഞാൻ ഏതാണ്ട് എണ്ണി ഇങ്ങോട്ട് വരുമ്പോ ഒരു 300-400 വാഹനം എന്നെ പാസ് ചെയ്തു പോയി. എല്ലാവർക്കും ഞാൻ ഡിമ്മ് കൊടുത്തു. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഡിമ്മ് തന്ന ആകെ ഒരു 10-15 ആളാ. ഒരു ഡിമ്മ് ഇങ്ങനെ ഈ 4217 ആള് മരിച്ചതിൽ ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. 280 ആള് മരിച്ചത് എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാത്തതിന്റെ പേരിൽ കണ്ണ് കാണാഞ്ഞിട്ട് വേറെ വണ്ടിക്കും വേറെ ചുമരിനും കൊണ്ടേ അടിച്ചിട്ടാ. ആ 287 ആളെ കൊന്ന വിദ്വാന്മാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. കൊന്നവർ എന്ന് പറഞ്ഞാൽ ഡിമ്മ് കൊടുക്കാൻ ഇപ്പുറത്തുനിന്നെടുത്ത് ആടെ കൊടുക്കൊന്നും വേണ്ടല്ലോ. ഈ കൈയിന്റെ വിരൽ ഒന്ന് ഇങ്ങനെയാക്കിയാ മതി, എന്നാ ഡിമ്മായി. എന്നാ ഞാൻ കൊടുക്കൂലടാ. മതം. നിനക്ക് സൗകര്യം ഉണ്ടോ പോയിക്കോ. അഹന്തയാണ്. റോഡിൽ ഇറങ്ങുന്ന മിക്ക ആൾക്കും ഇപ്പൊ ഡ്രൈവിംഗ് അറിയാം. റോഡിൽ ഇറങ്ങുന്നവർ ജനാധിപത്യ ബോധമില്ലാത്ത അഹന്തയുണ്ടാകുന്നതിന്റെ കാരണം എന്താ? ഭക്ഷണം. ഒന്ന് എല്ലാതല്ല, ഒന്ന് ഭക്ഷണം. ഇങ്ങനെ ശരീരം, മനസ്സ് പറയാ, എടാ റോഡ് മറ്റേ കുറച്ച് സൈഡായി കൊടുത്തോ. അപ്പൊ മുയല് പറയാ സൈഡായി കൊടുക്ക്, ഓന്റെ കൂടിയല്ലേ റോഡ്, എന്റെ മാത്രല്ലല്ലോ. അപ്പൊ ശരീരം പറയാ, ശരീരത്തിന്റെ ഉള്ളിൽ തിന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിന്റെ മതം പറയാ, ഓന് വേണമെങ്കിൽ സൗകര്യം ഉണ്ട് അപ്പുറത്ത് സൈഡാക്കി പോയിക്കോട്ടെ, ഞാൻ സൈഡാക്കില്ല, ഞാൻ ഡിമ്മ് കൊടുക്കില്ല എന്ന അഹന്തയുണ്ടാക്കുന്ന, മതമുണ്ടാക്കുന്ന ഭക്ഷണം. ഇത് ഞാൻ എന്റെ കണ്ടുപിടുത്തല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ഒരു മനുഷ്യന്റെ സകലമാന ചിന്തകളും
നിയന്ത്രിക്കുന്നത് അവന്റെ ഹോർമോണുകളാണ്. ആ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണമാണ്. സത്വഗുണം ഉള്ള ഭക്ഷണമുള്ളവർ സാത്വിക ഗുണം കാണിക്കും, രജോ ഗുണമുള്ളവർ രാജസ ഗുണം കാണിക്കും, തമോ ഗുണമുള്ളവർ താമസ ഗുണം കാണിക്കും. സത്വ രജോ തമോ ഗുണങ്ങൾ എന്താ? സത്വഗുണം സ്നേഹം, ദയ, കാരുണ്യം സത്വഗുണമാണ്. രജോ ഗുണം അട്ടിക്കണം, പിടിക്കണം, എറിയണം എന്നുള്ളത് നാളെ എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള സ്വഭാവം. തമോ ഗുണം എന്താ? തമോ ഗുണം ഒരാഴ്ച പഴക്കമുള്ള ശവം, ഒരാഴ്ച പഴക്കമുള്ള ശവം തിന്നുന്നവരെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയാമോ? ഒരാഴ്ച പഴക്കമുള്ള ശവം. പക്ഷേ ആ ശവത്തിന് ക്ഷത്രിയന്റെ കൊലപ്പേര് ചേർക്കും, അത്രയേ ഉള്ളൂ. ക്ഷത്രിയന്റെ കൊലപ്പേരെന്താ? ബർമ്മമാരല്ലേ? ശവത്തിന് ബർമ്മ എന്ന് ചേർത്ത ഷവർമ്മ. മനസ്സിലായോ? ഒരാഴ്ച മുമ്പേ ചത്തതാ സാധനം. ഷവർമ്മ, കുഴിമന്തി ഇതല്ലേ കൂടുതൽ തിന്നുന്നത്. അത് തമോ ഗുണമാണ്. അത് തിന്നണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ലേ. അതിന്റെ ഹോട്ടലുകാർ എന്നെ ഇവിടുന്ന് പോകുമ്പോൾ അടിച്ചു കഴിയും. ഞാൻ പറഞ്ഞത് തിന്നുമ്പോ അതിനെ ബാലൻസ് ചെയ്യാൻ അതിന് കണക്കായി പച്ചക്കറി തിന്നണ്ടേ. പച്ചക്കറി തിന്നോ കുട്ടികൾക്ക് സാമ്പാർ വിളമ്പി നോക്ക്. സാമ്പാർ വിളമ്പിയാൽ ഈ കണിശന്മാരെടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ എന്ന് പറഞ്ഞ് ഭാര്യ വെക്കൂലേ, ആ ഭാര്യ വെക്കും പോലെ സാമ്പാർ വിളമ്പിയാൽ നേരത്തും അങ്ങോട്ട് അല്ലേ. ലഗ്നാൽ ചന്ദ്രദശ എന്ന് പറഞ്ഞിട്ട് നേരത്തും പോലെ വെണ്ടക്ക അങ്ങോട്ട്, മുരിങ്ങക്കായി ഇങ്ങോട്ട്, കേരറ്റ് അങ്ങോട്ട് എല്ലാം നിർത്തിയിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസുണ്ടോ? ഇനി പീസുണ്ടോ? ഇറച്ചി തീറ്റി സായിപ്പന്മാരെ ഇറച്ചി കൂടുതൽ തിന്നുന്നത്. പക്ഷെ അവര് ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാ തിന്നുക. നമ്മളാണെങ്കിൽ പച്ചക്കറി മുഴുവൻ ഒഴിവാക്കി ഇറച്ചി മാത്രം തിന്നുക. ഇത് തമോ ഗുണസമ്പന്നമായ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെല്ലാം 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത്, നിങ്ങൾ ആലോചിച്ചു, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇത്ര ഹോർമോൺ ഇല്ല. കാരണം എന്താ? ഉച്ചക്ക് കറി ചക്കക്കുരും വെള്ളരിക്കും ഓലൻ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോണാ? അതുകൊണ്ട് അന്ന് ആണും പെണ്ണും പ്രേമിക്കാൻ പേടിയ. 10ലെത്തുമ്പോഴാണ് ചെറിയ പ്രേമം വരിക. ഞാൻ ആ 10ാം ക്ലാസ്സിലെത്തുന്നവരെ ഇവളെ കണ്ടിട്ട് വരില്ല. മനസ്സിലായോ? പിന്നെ ഇപ്പ കാണുന്നത് അന്ന് പേടിയാന്ന്. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തമ്മാവില് വർത്താനം പറയും. അഥവാ പ്രേമം വന്നിട്ടുണ്ടെങ്കിൽ ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫിൽ കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതിയിട്ട് രണ്ടും 2 വഴിക്ക് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, പിന്നെ ഒരു വിവരമില്ല. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പം കുറെ വലുതല്ലായതിനു ശേഷം അന്നത്തെ ചരക്കൻ ലേഡിയെ ഉള്ളതെന്ന് അന്വേഷിച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ. ഇപ്പൊ പുറപ്പെട്ടില്ലേ? നല്ലതായിട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. പ്രേമം വന്നാൽ ആ ആരാധ്യം പറയും പറഞ്ഞ് മാറി നിൽക്കുകയല്ല. കാരണം അവന്റെ ഭക്ഷണം എന്താ? ആ ഭക്ഷണം എത്രയാ? ഇറച്ചി. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും നമുക്ക് മരിച്ച ഒരു പേരേ ഉള്ളൂ. എന്ത്? ശവം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കോഴീന്റെ ഒരു ഭാഗ്യം നോക്കിയാൽ കോഴിക്ക് മരിക്കുന്നവരെ കോഴിന്ന് മാത്രമേ പേരുള്ളൂ. മരിച്ചാൽ 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്, ഇത് മുഴുവൻ പിള്ളേർ തിന്നല്ലേ. അവൻ 5ാം ക്ലാസ്സിലെത്തും. അന്ന് 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് നമ്മുടെ ജയേന്ദ്രൻ പാടിയ പാട്ടില്ലേ, കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ ഗായകൻ പ്രിയപ്പെട്ട ജയേന്ദ്രൻ പാടിയ പാട്ട്, മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമല കൊണ്ടു ശരം തൊടുക്കും. ചെറിയ പ്രായത്തിൽ ഏഴുന്നെങ്കിൽ ഒരു ചെക്കനോ ഒരു പെണ്ണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ചോർക്കുണ്ടാവില്ല, പോയി. ആമ പോയി. മുയല്, മനസ്സാകുന്ന സംസ്കാരമാകുന്ന മുയല് ഉറങ്ങിപ്പോയി. അത് പറയണ്ടേ? പോറ്റി വലുതാക്കി അച്ഛനെ അമ്മേനെ കരയിച്ചിട്ട് പോല്ല മോളെ പറയണ്ടേ? അച്ഛനും അമ്മയും സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. എന്താ അത്? മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്ര. എന്നാ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 7-8 മാസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനമ്മമാർ.
ആ അച്ഛനമ്മമാരുടെ സ്നേഹം നിഷേധിച്ച് ശരീരത്തിന്റെ കാമവികാരം ഉണരുമ്പോ എഴുന്നങ്കുരത്തിനെ കിട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, കല്യാണം വേണ്ട, നാട്ടുകാർ വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ആടി എത്തുക, ആദ്യ രാത്രി മതി എന്നും പറഞ്ഞിട്ട് ഓടുന്നതിന്റെ പിറകിൽ ഈ മുയൽ ഉറങ്ങുന്നു, ശരീരം ഓടുന്നു. തന്റെ അമ്മ ആരാ? അമ്മ എന്ന് പറഞ്ഞ ആരാ? ഞങ്ങളൊക്കെ MA മലയാളം പഠിക്കുമ്പോ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. ഭാഷാശാസ്ത്രത്തിൽ സ്വനശാസ്ത്രം. ഈ സ്വനശാസ്ത്രം ഭാഷാ ഗവേഷകന്മാരുണ്ടാക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വനശാസ്ത്രം ഉണ്ടാക്കിയവരാണ് അമ്മമാർ. അറിയാവോ? അമ്മമാരുടെ താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വരാക്ഷരങ്ങൾ അ ആ ഇ ഊന്ന് മാത്രം പാടിയാൽ എന്റെ കുട്ടിക്ക് വർത്താനം പറയാൻ പഠിക്കുവോ? ഇല്ല. പക്ഷെ വ്യഞ്ജനാക്ഷരത്തിൽ താരാട്ട് പാടിയാൽ എന്ന് പറയാ ഈ ശബ്ദത്തിന്റെ കഠോര ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങുവോ? ഇല്ല. അതുകൊണ്ട് അമ്മമാര് വളരെ സൂത്രത്തിൽ സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല, അതിന്റെ മധ്യത്തിൽ 4 അക്ഷരമുണ്ട്. ആ അക്ഷരത്തിൽ ആ താരാട്ട് പാട്ട് പാടുക. എന്താ 4 അക്ഷരം? മധ്യമാക്ഷരങ്ങൾ അറിയോ മലയാള ഭാഷയില്? മലയാള ഭാഷയിലെ മധ്യമാക്ഷരങ്ങൾ അറിയുന്ന ആരെങ്കിലും മലയാളി ഉണ്ടോ ഇവിടെ? ആർക്കും അറിയോ? എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇരുത്തിയതാ. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാരും അതിനും ആളെ കൂലിക്കാളെ കൊണ്ട് മധ്യമാക്ഷരങ്ങൾ അറിയുന്ന മലയാളികളില്ലേ? യാരാലാവയും താരാട്ടുപാട്ടും തമ്മിലുള്ള ബന്ധം അറിയാവോ? തമിഴ്നാട് പണ്ട് നമ്മളെ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തമിഴ് ഭാഷയിൽ അവർക്ക് യാദവ എന്നൊരു പാട്ട് കേട്ടില്ല, അതിൽ താരാട്ട് പാട്ടില്ല. അതുപോലെ യാരാലയായോ? വാവേ വാവം വാവോ. ഇത് വെറുതെ വായിക്ക് തോന്നിയ പാടിയല്ല. സ്വരത്തിന്റെയും വ്യഞ്ജനത്തിന്റെയും മധ്യത്തിൽ അക്ഷരം പാടി കുട്ടിയെ ഉറക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന ഒരമ്മയുടെ ചിത്രം ഒന്ന് മൊബൈലിൽ പിടിച്ചു വെക്കണം. നമ്മുടെ പ്രീക്കന്മാരില്ലേ? പ്രീക്കന്മാരെന്ന് പറഞ്ഞ ഇവിടെ അറിയും. കണ്ണൂർ ജില്ലയിൽ പ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ കണ്ടാൽ അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിലാക്കി കൊടുത്ത പ്രീക്കനായി. മനസ്സിലായി? അതാ നിങ്ങൾ ആ അമ്മമാര് കുട്ടീനെ കൊണ്ടേ കിടത്തുന്ന സ്ലോ മോഷൻ ഒരു പുലിമൂലിക സിനിമയിൽ കാണില്ല. ഒരുത്തിൽ കോയിരിക്കും പോലെ ഉണ്ട് ഒരു ഇരിപ്പ്. മെല്ലെ അവിടെ ഇരുന്നിട്ട് ഒരു കൈ കൊണ്ട് പായി എടുത്തിട്ട് അതിന്റെ മേലെ ഒരു തുണി എടുത്തിട്ട് കുട്ടീനെ അവിടെ കിടത്തി ചന്തിന്റെ അടിയിൽ നിന്ന് കൈവലിക്കുമ്പോണ്ടല്ലോ കുട്ടി അറിയില്ല. എന്നിട്ടൊരു തുണി മേലെ എടുത്തിട്ട് തുടക്ക 2 മുട്ടും മുട്ടി കുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മുടിയും കെട്ടി പടിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് വീണ്ടും ഒരു തിരിഞ്ഞൊരു നോട്ടം. എന്റെ കുഞ്ഞുമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവോളേ എന്നുള്ള മട്ടിൽ ആ അരച്ചിരിയും ചിരിച്ചിട്ടുള്ള തിരിഞ്ഞു നോട്ടത്തിന്റെ ചാരുത കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണോ ആണുങ്ങളെ അച്ഛന് പറഞ്ഞ് നടക്കുന്നത്? അതിനേക്കാൾ സൗന്ദര്യം ഒരു ഐശ്വര്യ റോയിന്റെ ചിരിക്കും കാണില്ല. അങ്ങനെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ്, ഉണ്ണീവാവോ. മനസ്സിലായോ? ആ ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയുടെ അടുത്ത് കുയില് പാട്ടുപാടിയാൽ, കുയിലേ നിന്റെ പാട്ടിന്റെ വോളിയം കുറക്ക്, എന്റെ ഓമൽ ഉറക്കമാണ് എന്ന് കുയിലിനെ ശകാരിക്കും. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. നിലാവിന്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതുകളിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകൾ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്ക് എന്ന് പറയുമമ്മ. ഉന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. പുറത്തുള്ള ജീവജാലങ്ങളോട് മാത്രമല്ല, ആ അമ്മ സ്വന്തം ഹൃദയത്തോട് ആജ്ഞാപിക്കും.
ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമരമലർമിഴി അടയും വരെ. ആ പാടിയ ശബ്ദത്തിന്റെ താമരമലർമിഴി ആ പറവൂരിലുള്ള പാലിയം വീട്ടിന്റെ ആ മുറ്റത്ത് താമരമലർമിഴി അടഞ്ഞു കിടക്കുമ്പോ ഞാൻ അവിടെ പോയിട്ട് ഈ പാട്ട് പാടി. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ പ്രകമ്പനം കൊള്ളുന്ന പാട്ടാണ് ജയചന്ദ്രന്റെ പാട്ട്, അല്ലേ? അതാണ് അമ്മ. അവിടെയാണ് അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? മൂകാംബിയെ തൊഴാൻ പോവും, ചോറ്റാനിക്കരയെ തൊഴാൻ പോവും, കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴാൻ പോവും, കാടാമ്പുഴയിൽ തൊഴാൻ പോവും, എല്ലാ അമ്മയും തൊഴാൻ പോവും. എന്നിട്ട് വീട്ടിലുള്ള അമ്മയെ വൃദ്ധമന്ദിരത്തിലാക്കും, വീട്ടിലെ അമ്മയെ പേടിപ്പിക്കും. ഇത് ഭക്തന്റെ ലക്ഷണമല്ല. നമ്മുടെ കുട്ടികളെ മാതൃത്വത്തിന്റെ മൂല്യം ഉള്ളിൽ അറിയണ്ടേ? ആ അമ്മയെ കരയിച്ചിട്ട് എഴുന്നങ്ങ് ഒരുത്തൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ഒരു കുഞ്ഞാരെ. പണ്ട് ഈ ഹോർമോണിന്റെ ശക്തി കുറഞ്ഞ കാലത്ത് ചങ്ങമ്പുഴയുടെ സുഹൃത്തായിരിക്കുന്ന എടപ്പള്ളി രാഘവൻ പിള്ളയോട് ഒരു പെണ്ണ് ചോദിച്ചു, കാനനച്ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പൊ പറഞ്ഞത് സംസ്കാരത്തിന്റെ മുയല് പറയാ, ശരീരത്തോട് പറയാ മുയല്, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തുകൂടാ. പ്രേമം നിഷേധിച്ചിട്ടില്ല. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളെ. അതേ വരികൾ തന്നെ ഇപ്പോ മുയൽ ഉറങ്ങി, മനസ്സുറങ്ങി, ആമ ശരീരം ഉണർന്നിരിക്കുന്ന ചെക്കനോട് ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ. അപ്പൊ പറയാ ഒരു പുന്നാരേ എന്ന് പറയാ. വിഷയം എവിടെയാ? ഞാൻ ഈ പറയുന്ന തമാശയൊക്കെ അങ്ങ് വിടുക. വിഷയം നമ്മുടെ ഭക്തിയും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പ്രാർത്ഥനയും വർദ്ധിക്കുമ്പോഴും നമ്മുടെ ആളുകളുടെ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. ഒരു നിശ്ചിത പ്രായത്തുമ്പോ ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ആ സമയം മുതല് നമ്മുടെ യുവാക്കളുടെ സ്വഭാവം മാറുന്നു. അവന് ഇളനീര് വെള്ളം വേണ്ട, കഞ്ഞിവെള്ളം വേണ്ട, അവന് പെപ്സി പോരാ, അവന് കൊക്കക്കോളയും പോരാ, അതും പോട്ടെ, അവന് ചുവന്ന വെള്ളം പോരാ, അതും പോരാ, ഏത് മദ്യവും പോരാ, അവന് കുംഭകർണം കുടിച്ച വെള്ളം വേണം. ആ വെള്ളം കുടിച്ചാ പോരാ. കുംഭകർണൻ ചോര കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും കുംഭകർണൻ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. അതിലൊരു വരി, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. എന്തൊരു ഭീകരതയാണ്! പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച് ഹരിശ്രീ കുറിച്ചവന് നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. അതാ പൂവച്ചൽ സ്കൂളിൽ ആ പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പേന കത്തി കൊണ്ട് പള്ളക്ക് വിദ്യാരംഭം കുറിച്ചു, അല്ലേ? കേരളത്തിലെ 10-200 സ്കൂളുകളിൽ +1 വരുന്ന ദിവസം +2 വരൂല, +2 വരുന്ന ദിവസം +1 വരണ്ട. കാരണം +1കാരും +2കാരും തമ്മിൽ അടിക്കാനാണോ? നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം എന്താ നമ്മളോട് പറയുന്നത്? രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം അശോക സ്തംഭം നമ്മളെ കാട്ടിത്തരും, മാഷന്മാർ പഠിപ്പിച്ചു തരും. പക്ഷെ ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല. സിംഹത്തെ എന്താണ്? സിംഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ 2 ഭാവങ്ങളുടെ പ്രതീകമാണ്. സിംഹങ്ങൾ കടിച്ചു കീറി ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് സിംഹങ്ങൾ. രണ്ടാമത്തത് ടെറിറ്ററികൾ കീഴടക്കുന്ന ഗംഭീരമായ ശബ്ദത്തോടെ ഉലാത്തി അത്രയും പ്രദേശം തന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട് സിംഹങ്ങൾക്ക്. ഈ സ്വഭാവമുള്ളതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് വലിയ ആനേനെ ആക്കിയില്ലല്ലോ. കാട്ടിലെ രാജാവാരാ? സിംഹം. പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും.
അത് നമ്മക്കല്ലേ അറിയൂ കാട്ടിലെ രാജാവ് സിംഹമാണ്. പക്ഷെ നമ്മൾ കാട്ടിലെ രാജാവ് സിംഹത്തെ ആക്കാൻ കാരണം സിംഹത്തിന്റെ ഈ ഭാവമാണ്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് ഭാവമുണ്ട്. ഒന്ന് മൃഗതൃഷ്ണ, കടിച്ചു കീറാൻ. രണ്ട് ഈ ലോകം കീഴടക്കാൻ, സത്യമന്വേഷിക്കുവാൻ, ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള രണ്ടാമത്തെ ഭാവം. കലിംഗ യുദ്ധം കണ്ട് കടിച്ചു കീറി കൊന്ന മനുഷ്യക്കൂട്ടത്തിന്റെ രക്തമൊലിച്ച് കിടക്കുന്ന കണ്ട് ഭയന്ന് മനം മടുത്ത് അശോകനാണ് പറഞ്ഞത്, ഹേ മനുഷ്യ, നീ ജനിച്ചത് കടിച്ചു കീറാനല്ല, കത്തിയെടുത്ത് കുത്താനല്ല. നീ ഈ ലോകത്തെ 4 ദിക്കുകളിലേക്ക് തിരിയൂ. അഭിമുഖമായി നിൽക്കുന്ന സിംഹങ്ങളെ പരാമുഖമായി പോകൂ. തെക്കിലും വടക്കിലും കിഴക്കിലും പടിഞ്ഞാറിലും നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും NEWS അതാ ന്യൂസ് വാർത്തകൾ അന്വേഷിച്ച് 4 ദിക്കുകളിലേക്ക് പോകൂ. അതാണ് അശോക സ്തംഭം. നിങ്ങളുടെ ഉള്ളിലെ ഈ മൃഗതൃഷ്ണയാകുന്ന ആ സിംഹത്തെ കീഴടക്കി അതിന്റെ മേലെ വിജയം നേടുന്ന ദുർഗ, അതാണ് ചാർദോദരി. അല്ലേ? കടുവയുടെയും പുലിയെയും വാഹനമാക്കിയിരിക്കുന്നവൾ അല്ലേ? അയ്യപ്പൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഹരിവരനെ തോൽപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ശരീരത്തിന്റെ മൃഗതൃഷ്ണയെ തോൽപ്പിക്കുമ്പോഴാണ് കാമം. കണ്ട ആളല്ല എനിക്ക് വേണം. ഇത് കൂടുമ്പോഴാണ് പണ്ട് സിനിമാ നടന്മാരെയും നടിമാരെയും MLA-നെയും MP-നെയും എല്ലാം ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ കാമത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ആളുകളെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ വിവാദമായി. മനസ്സിലായോ? അല്ലേ? അവിടെ പോയിട്ട് അവരുടെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ എന്താ പറയാ, അവരെ കൊജ്ഞാണന്മാർ കേരളത്തിൽ തുള്ളാനുണ്ട്. ഇല്ലേ? അത് അവരെ കുറ്റം പറയണ്ട. അതിന്റെ കാരണം അവർക്ക് അടക്കാൻ, അവന്റെ ശരീരത്തെ അടക്കാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ പോയിട്ടും സ്കൂളിൽ പോയിട്ടും അടക്കാൻ പറ്റുന്നില്ല. കാമം. 2 ക്രോധം. 45,000 ആളുകളെയാണ് ഇക്കൊല്ലം കൊന്നത്. യുദ്ധത്തിൽ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിൽ, പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 45,000. ആ 45,000-ത്തിൽ പട്ടാളക്കാർ മരിച്ചത് കേവലം 5,000. ബാക്കി 40,000 ആളും മരിച്ചത് എങ്ങനെയാണെന്നറിയോ? പാവപ്പെട്ടവർ. എന്താണ് യുദ്ധമെന്നറിയാത്ത സ്കൂളിൽ പോയി ബോംബ് വീഴുന്നു, ആശുപത്രിയിൽ പോയി ബോംബ് വീഴുന്നു. ഇത്രയും ദൈവങ്ങളും ഇത്രയും പ്രാർത്ഥനയും യഹോവ, കർത്താവ്, അല്ലാഹു ഇല്ലേ ഇല്ലേ കൃഷ്ണൻ, രാമൻ, ശിവൻ, ഇതെല്ലാം ലോകത്ത് ഇത്രയും വർദ്ധിച്ചിട്ടും 90% ആളുകൾ പ്രാർത്ഥിച്ചിട്ടും എന്തേ ഈ ക്രോധത്തെ അടക്കാൻ പറ്റുന്നില്ല? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ക്രോധം അടക്കണ്ടേ? മറ്റുള്ളവരുടെ ക്രോധം അടക്കാം ഞാൻ ദേഷ്യപ്പെടുക. ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ നടന്നു പോകുമ്പോ കുട്ടി ഭയങ്കര കരച്ചൽ. കരയുമ്പോ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് മുട്ടായി വാങ്ങിക്കൊടുത്തു. മുട്ടായി കിട്ടിയിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. കുട്ടി കരച്ചൽ തുടരുന്നു. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കരച്ചൽ നിർത്തുന്നില്ല. അപ്പോ കൂടെ നടക്കുന്ന ഇതെല്ലാം കാണുന്നുണ്ട്. അയാള് ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനെ, ഞാനങ്ങാറ്റ ഇങ്ങനെ ചെയ്തു പോകും, നിങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടിയോട് കൂടെ വന്ന ആള് തട്ടിക്കേറി, എന്താ മാധവ, നിനക്ക് വേണ്ട എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ കരച്ചൽ നിർത്താത്തത്? അപ്പൊ കുട്ടി എടുത്ത് നടക്കുന്ന ആൾ പറയാ, കുട്ടീന്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ? ആരാ മാധവൻ? അപ്പൊ അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. അവനവനെ അടക്കണ്ടേ? വേണ്ടേ? അടക്കണം. ക്രോധം, ലോഭം അനാവശ്യമായി ധൂർത്തടിക്കുകയാണ്. ഒരു പിറന്നാളിന് കേക്ക് മുറിക്കുമ്പോ അവിടെയുള്ളവർക്ക് തിന്നാനുള്ള കേക്കല്ല, മുഖത്തൊരക്കാനും എടുത്തെറിയാനുള്ള കേക്ക് മുറിക്കുമ്പോ അങ്ങ് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും അങ്ങ് ഗാസയിലും ഒരു കഷ്ണം റൊട്ടി കിട്ടാതെ 1000 മരിക്കുന്നുണ്ടെന്നറിയണ്ടേ?
ദൈവവിശ്വാസം നമ്മളോട് പറഞ്ഞു എന്താ? ഈശാവാസ്യമിതം സർവമെന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരി എന്താ? തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, ആർക്കെങ്കിലും കൊടുത്തിട്ട് തിന്നുക. കൊടുക്കണം. നിങ്ങൾ മരിച്ചിട്ട് ഒരു അനുശോചന യോഗം ചേരുമ്പോ നിങ്ങൾ തിന്നേണ്ട കണക്കാരും പറയും. 75 വയസ്സിനിടയിൽ ഈ കുഞ്ഞിരാമട്ടൻ അല്ലെ ഈ ഗോപാലാട്ടൻ 125 കിൻഡൽ അരി, അതായത് 50 കിലോന്റെ 250 ചാക്ക് അരി തിന്നിട്ടാ മരിച്ചതെന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നിട്ടുണ്ടോ? ഇത് ഗോപാലാട്ടന്റെയും കുഞ്ഞിരാമട്ടന്റെ കണക്കല്ല. എല്ലാ മലയാളിയും 75 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 50 കിലോന്റെ 250 ചാക്ക് അരി തിന്നും. ഇതാ ഈടെ ഒരു 5-10 ആളുണ്ട് 250 തികച്ചിട്ടിരിക്കുന്നത് അല്ലേ? ഇത്രയും തിന്നും. ആരും എടുത്തതിന്റെ കണക്ക് പറയാറില്ല. എന്നാ കോവിഡ് വന്നപ്പോ അന്നത്തെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഇദ്ദേഹം 5 ചാക്ക് അരി ഫ്രീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറയും. നിങ്ങൾ എടുത്തതിന്റെ കണക്ക് ആർക്കും വേണ്ട. നിങ്ങൾ ഈ ലോകത്തിന് എന്ത് കൊടുത്തു എന്നാണ് ചോദ്യം. കാരണം നിങ്ങൾ എടുത്തതൊന്നും നിങ്ങളുടേതായിരുന്നില്ല. ആണോ? നിങ്ങൾ ശ്വസിച്ച വായു നിങ്ങളുടേതാണോ? നിങ്ങൾ നടന്ന വഴികൾ നിങ്ങളുടേതാണോ? നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടാകാം. ഈ കാശ് എന്ന് പറയുന്നത് കാശുമെന്ന് നെല്ലുണ്ടാവില്ലല്ലോ. എത്രയെത്ര കർഷകരും തൊഴിലാളികളും അധ്വാനിച്ചിട്ടാണ് ഒരു നെന്മണി ഉണ്ടാക്കുന്നത്. ഈ ഭൂമിയിലുള്ളതിൽ നിന്നാണ് നിങ്ങൾ നേടിയതല്ല. ഈ ഭൂമിയിൽ നിന്നല്ലാതെ നിങ്ങൾ വരുമ്പോ കൊണ്ടുവന്നത് ഒന്നേ ഉള്ളൂ. എന്താ കൊണ്ടുവന്നത്? എല്ലാ കുട്ടിയും വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? അത് കാണണ്ടേ? നിങ്ങൾ ജനിക്കുമ്പോ കുട്ടികളുടെ കൈ നോക്കൂ. ആ കൈ ചുരുട്ടിപ്പിടിച്ചിട്ടല്ലേ? നിവർത്തിപ്പിടിച്ച കൈയുമായിട്ട് ഒരു കുട്ടിയും ജനിക്കുന്നില്ല. എല്ലാ കുട്ടിയും ജനിക്കുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? കിൻഡർ ജോയിയാ, കിറ്റ്കാറ്റാ? ഒന്നുമല്ല. കൊണ്ടുവന്ന എന്താന്ന് കണ്ടെത്തലാണ് ആരുടെ ജോലി? അമ്മയുടെ, അച്ഛന്റെ, അധ്യാപകരുടെ ജോലി. ഓരോ കുട്ടിയും കൊണ്ടുവന്നത് എന്താന്ന് കണ്ടെത്തല. അതെന്താ? കുട്ടിക്ക് ഭാഷ അറിയില്ല. ഞാൻ കൊണ്ടുവന്നത് എന്താന്ന് പറയാൻ കുട്ടിക്ക് ഭാഷ അറിയില്ല. കുട്ടി കരയും. കരയുന്ന എന്തിനാ? കരയുന്നത് മുണ്ടക്കയിലെ അപകടം ആലോചിച്ചിട്ടാ. ലോസ് ആഞ്ചലസിൽ കാട്ടുതീയിൽപ്പെട്ടിട്ട് സിനിമാ നടന്മാരുടെ, ഇംഗ്ലീഷ് നടന്മാരുടെ വീടെല്ലാം കത്തിയത് ആലോചിച്ചിട്ടാ. ഇസ്രായേലിന്റെ യുദ്ധം ആലോചിച്ചിട്ടാ. ഒന്നുമല്ല. കുട്ടി കരയുന്നതല്ല, അത് വിളംബരമാണ്. അച്ഛാ, അമ്മേ, നാട്ടുകാരെ, പഞ്ചായത്ത് മെമ്പറെ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരു വാങ്ങും ഇന്നാരു വാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാണ് കുട്ടിയുടെ കരച്ചിലിന്റെ അർത്ഥം. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അധ്യാപകരും അവൻ കൊണ്ടുവന്നത് ഏറ്റുവാങ്ങണം. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. ഇത് ഏറ്റുവാങ്ങാൻ തയ്യാറാവണം. നമ്മുടെ കുട്ടികളെല്ലാം ദൈവമായി ജനിക്കുന്നു. എല്ലാ കുട്ടിയും ദൈവമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനമുണ്ട്, കേട്ടിട്ടുണ്ടോ? മനുജാകൃതി പൂണ്ട ദൈവമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ, കൃഷ്ണനായി അവതരിച്ച ദൈവം പിന്നെ പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തു, പിന്നെ കരുണാവാൻ നബി മുത്തുരത്നം, മുത്തുകളിൽ രത്നമായ നബി എന്ന് പറഞ്ഞ ഉണ്ണിക്കണ്ണൻ, ഉണ്ണി യേശു, മുത്തുനബി. നമ്മുടെ കുട്ടികളെല്ലാം ദൈവങ്ങളാ. ആ ദൈവങ്ങൾ എങ്ങനെയാ പിന്നെ ഈ വൃത്തികേടിലും ഈ ഇല്ലൂമിനാറ്റികളായി പോകുന്ന? എന്തുകൊണ്ടാണ് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറയുന്നത്? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ടവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടു തോന്നിയാസം, കാട്ടു തോന്നിയാസം. വേറൊരു പാട്ടാ ഇപ്പൊ പിള്ളേർ പാടിത്തുള്ളുന്നത്. എന്തേ? കുട്ടികളെ കുറ്റം പറയണ്ട. നമ്മുടെ ഈ ദൈവവിശ്വാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നതിൽ പരാജയപ്പെട്ടു പോയി. നമ്മൾ പരാജയപ്പെട്ടു.
നമ്മൾ ആ വീടും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൈവത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുമ്പോ അതിങ്ങനെ വാങ്ങിത്തരുന്ന ആളാ ദൈവം ആണോ? നമ്മൾ കൊടുക്കുമ്പോ അതിനനുസരിച്ച് ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അതിനനുസരിച്ച് പൈസ വാങ്ങിത്തരുന്ന ആളാണെങ്കിൽ അങ്ങ മൂലക്കിരുന്ന് ചട്ടി കളിക്കുന്ന ആള് ആടെ പൈസ ഇട്ടിട്ട് ഒരു 50 ഉറുപ്പ്യ ഈടെ കൊണ്ടിട്ടാല് അടിച്ചു ചട്ടീന്റെ ഇത് കറങ്ങിയിട്ടാടെ വരുവോ? എന്റെ നാട്ടിലൊരു സെബാസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലത്തെ ഓണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോ തൂങ്ങി മരിച്ചു. എന്തിനാ തൂങ്ങി മരിച്ചതെന്ന് ആർക്കും പിടിയില്ല. ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ദിവസവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായി. ആ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? 50,000 ഉറുപ്പ്യ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. എന്നിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 ഉറുപ്പ്യ, 100 ടിക്കറ്റ് 50,000 ഉറുപ്പ്യന്റെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിനടിപ്പിക്കണേ. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോ ഒന്നിച്ച് കുറെ ടിക്കറ്റ് എടുത്താൽ കുറച്ച് ചില്ലറ പൈസ കിട്ടുമല്ലോ. 1,800 ഉറുപ്പ്യ കിട്ടി. 1,800 ഉറുപ്പ്യ കിട്ടി. 50,000 ലോണ് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രാർത്ഥിച്ചും തനിക്ക് ലോട്ടറി കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തിൽ അപ്പാട് തൂങ്ങി മരിച്ചു കഴിഞ്ഞു. ഇവനെന്താ വിചാരിച്ച? ദൈവം ഇവന്റെ ലോട്ടറിന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് നേരെ പോവും. എടാ, തിരുവനന്തപുരത്ത് ലോട്ടറി നറുക്കെടുക്കുന്ന ആഫീസിൽ അവിടെ പോയിട്ട് ഇവന്റെ നമ്പർ ഈ മിഷ്യന്റെ ഉള്ളിൽ കയറിയിട്ട് തെറിപ്പിച്ചു കൊടുക്കുന്ന ആളാ ദൈവം. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. നിങ്ങൾക്കറിയാവോ? ഒരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് അതിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്തു. അത് കിലുക്ക സിനിമയിലെ രേവതിയാ. ഓർമ്മയുണ്ടോ? ഇന്നസെന്റ് കിട്ടുണ്ണിയാട്ടാ കാമദേവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് നമ്പറും കൈമേലെ കുറിച്ച് വെച്ചിട്ട് വായിച്ചു കൊടുത്തിട്ട് ഇയാൾ ബോധം കെട്ട് വീഴുന്ന മലയാള സിനിമയിലെ തമാശകളുടെ ക്ലാസിക്കാണ് രംഗം. ഈ പണിയാണോ ദൈവത്തിന്? ദൈവം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാനാവാത്തതും എന്റെ ആഗ്രഹം നടപ്പിലാക്കി തരുന്ന കൊട്ടേഷ സംഘമാണെന്ന് ധരിച്ചുപോയി പലരും. ഇതൊന്നുമല്ല. ക്രോധം, ലോഭം, മതത്തെ പറ്റി ഞാൻ പറഞ്ഞു, അഹന്ത, മത്സര്യം, അതിനേക്കാൾ വേണം. അവന് ബൈക്ക്, എനിക്ക് സ്കൂട്ടർ, എനിക്ക് ബൈക്ക് വേണം. ഞാൻ ബൈക്ക് വാങ്ങുമ്പോഴേക്ക് അവൻ കാർ വാങ്ങും, എനിക്ക് കാർ വേണം. ഞാൻ 5 ആള് പോകുന്ന കാർ വാങ്ങുമ്പോഴേക്ക് അവൻ ഇന്നോവ വാങ്ങി, എനിക്ക് ഇന്നോവ വേണം. അപ്പൊ എനിക്ക് ഇലക്ട്രിക് വേണം. ഇങ്ങനെ മത്സര്യം. ഇത് 6 കറുത്ത പടവും അതിൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾ ശിവനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഏതാ കറുത്ത പടവ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യം. ഈ കറുത്ത പടവും കടന്നിട്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ. ഈ കറുത്ത പടവുകൾ മനസ്സിലായോ? ഇതിനെ മറികടക്കാനാ ദൈവവിശ്വാസം. ഇതിനെ മറികടക്കാൻ കഴിയുന്നില്ല. ദൈവം, അമ്പലം, ഉത്സവം ഗംഭീരമാകുമ്പോഴും നമ്മുടെ ശരീരപ്രചോദനങ്ങളായിരിക്കുന്ന കാമക്രോധ ലോഭമോഹാദികൾ